ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്നത്തെ വീഡിയോ ഞാനും രാകേഷ് ഏട്ടനും കൂടി ആരാവലി ഡിസ്ട്രിക്റ്റിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ പലതരം അച്ചാറുകൾ കിട്ടുക. അപ്പോൾ കുറച്ചൊക്കെ മധുരമുള്ളത്, കുറച്ചൊക്കെ നമ്മുടെ എരിവും പുളിയൊക്കെ ഉള്ളത് കിട്ടുക. അവിടുത്തെ ഭക്ഷണം നമ്മൾ കാട്ടിയാവാടി ഭക്ഷണമാണ് കഴിച്ചത്. കണ്ട് ഈ ഭരണികളിലെ അച്ചാറുകൾ തന്നെയായിരുന്നു. ഒരെണ്ണത്തിൽ ലസണ്ട ചട്നിയായിരുന്നു, പിന്നെ ശർക്കര, കപ്പലണ്ടി, അങ്ങനെ പലതരം ഭക്ഷണങ്ങൾ വന്നിട്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അവിടുത്തെ ഭക്ഷണം കഴിച്ചപ്പോൾ മോരുണ്ടായിരുന്നു കേട്ടോ. മോരിൻ്റെ കൂടെ ഇടാനുള്ള മസാലകളാണ് ഉപ്പ്, കുരുമുളക്, പിന്നെ ഒരു ജീരക മസാല. അതൊക്കെ 2 ഗ്ലാസ് മോര് പറഞ്ഞു. കാട്ടിയാവാടി ഭക്ഷണം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നുണ്ട്. പക്ഷേ രാകേഷ് ഏട്ടൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വെച്ചിട്ട് വാങ്ങിച്ചരാഞ്ഞു. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാങ്ങ നമ്മൾ ചുണ്ടാന്ന് പറയുന്നത് ഇത് കണ്ട വെജിറ്റബിൾ സലാഡ്സ് പലതരം വന്നത്, മാങ്ങ, മുളക്, ഭിണ്ടി മസാലയായിരുന്നു, പിന്നെ അച്ചാർസിട്ട, പിന്നെ വേഗം ഭിണ്ടി മസാല, പിന്നെ നോക്കിയ ക്യാരറ്റ്, ബീറ്റ്റൂട്ട് ഇതൊക്കെ അരിഞ്ഞത്, പപ്പക്കായ വരെ അരിഞ്ഞതുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കാട്ടിയാവാടി ഭക്ഷണം കഴിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ടു. രാകേഷ് ഏട്ടൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലാന്ന് വിചാരിച്ചിട്ടാണ് ഇതുവരെയ്ക്കും വാങ്ങിച്ചു തരാഞ്ഞതെന്ന് പറഞ്ഞത് രാകേഷ് ഏട്ടൻ. ഇത് അവിടുത്തെ ഒരു പായസം പോലത്തെ ഒരു സാധനമായിരുന്നു. പിന്നെ പുലാവ്, പിന്നെ കണ്ടില്ല, പിന്നെ ഇതാക്കി വെച്ചിട്ട് ഞാൻ അച്ചാറുകളെല്ലാതും ടേസ്റ്റ് നോക്കി. എനിക്ക് അച്ചാറെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മുടെ ഗോവക്കായ അച്ചാറാണ് കേട്ടോ. അത് ക്യാബേജ് അച്ചാർ ഇട്ടത്, ഇത് നമ്മുടെ ബീറ്റ്റൂട്ട് അച്ചാറാണ് കേട്ടോ. അങ്ങനെ പലതരം അച്ചാറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയധികം വെറൈറ്റി അച്ചാർ കണ്ടിട്ടില്ല. ഇത് നമ്മുടെ ക്യാപ്സിക്കം അച്ചാർ, എന്താ പറയണതല്ലേ, ഞാൻ എല്ലാ അച്ചാറും ഇട്ട് ടേസ്റ്റ് നോക്കി. പിന്നെ ഇത് അവിടുത്തെ സ്വീറ്റ്സ് ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ ഒന്നാന്തരം ഭക്ഷണമായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്യണം തോന്നി. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും കാട്ടിയാവാടിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇത് മുക്വാസ് എന്ന് പറയും. അത് പലതരത്തിലുണ്ടായിരുന്നു. അങ്ങനെ പേര് എഴുതി വെച്ചിട്ട് അപ്പോൾ ഇതിൽ ഏതാ ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ കാട്ടിയാവാടി സൈഡിൽ പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. മുക്വാസും അതുപോലെ അച്ചാറുകളൊക്കെ വിൽക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അവിടെ വന്ന് വാങ്ങാൻ, വിലകളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മുക്വാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീരകമിഠായി, പിന്നെ പെരിഞ്ജീരകം, അങ്ങനത്തെ പല പല സാധനങ്ങളാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക.